ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. സ്ട്രീംസ് ഓഫ് ലൈഫിൻ്റെ ഇന്നത്തെ പ്രഭാത ചിന്തയിലെ നമ്മുടെ ചിന്തയ്ക്ക് ആധാരമായി ലഭിച്ചിരിക്കുന്ന വേദഭാഗം 71 സങ്കീർത്തനത്തിൻ്റെ 23 വാക്യം. ഞാൻ നിനക്ക് സ്തുതി പാടുമ്പോൾ എൻ്റെ അധരങ്ങളും നീ വീണ്ടെടുത്ത എൻ്റെ പ്രാണനും ഘോഷിച്ചാനന്ദിക്കും. മാർട്ടിൻ ലൂതർ തൻ്റെ പ്രവർത്തനങ്ങൾക്കിടയ്ക്ക് ഗ്രാമപ്രദേശങ്ങളിൽ കൂടെ സഞ്ചരിക്കുക പതിവായിരുന്നു. ആ സ്ഥലങ്ങളിൽ തൻ്റെ പരിചയക്കാരായ പുരോഹിതന്മാരോടുകൂടെ രാത്രി കഴിച്ചു കൂട്ടുകയും പള്ളിയിലെ പ്രവർത്തനങ്ങളെപ്പറ്റി ഒരുമിച്ച് ചിന്തിക്കുകയും ചെയ്യുമായിരുന്നു. ഒരിക്കൽ ഇതുപോലെ ഒരു പുരോഹിതൻ്റെ വീട്ടിൽ അദ്ദേഹം രാത്രി താമസിച്ചു. രാവിലെ ഉണർന്നപ്പോൾ ആ പുരോഹിതൻ്റെ ഭാര്യ അടുക്കളയിൽ ഭക്ഷണം പാകം ചെയ്യുന്നതിനിടയിൽ വളരെ മധുരമായി ഒരു ക്രിസ്തീയ ഗാനം പാടുന്നത് അദ്ദേഹം കേട്ടു. ആ സ്ത്രീയുടെ ഭക്തി കണ്ടിട്ട് ലൂഥറിന് വളരെ സന്തോഷം തോന്നി. രാവിലത്തെ ആഹാരത്തിന് എല്ലാവരും ഒരുമിച്ച് മേശയ്ക്ക് ചുറ്റും ഇരുന്നപ്പോൾ ആ സ്ത്രീയോട് ഇതിനെപ്പറ്റി പുകഴ്ത്തി ലൂഥർ സംസാരിച്ചു. പക്ഷേ സ്ത്രീ ലജ്ജിച്ച് തല താഴ്ത്തുകയാണ് ചെയ്തത്. അവർ ഇപ്രകാരം പറഞ്ഞു: സത്യം പറഞ്ഞാൽ ഞാൻ ദൈവത്തെ സ്തുതിക്കണമെന്നുള്ള ആഗ്രഹത്തോടെ പാടുകയല്ലായിരുന്നു. ഞാൻ ആഹാരം പാകം ചെയ്യുമ്പോൾ മുട്ട ശരിയായി വാട്ടുകയും പുഴുങ്ങുകയും ചെയ്യുവാനായി ഒരു ഉപായം കണ്ടുപിടിച്ചിട്ടുണ്ട്. ഞാൻ പാടിയ പാട്ടിൻ്റെ 8 വരികൾ പാടുന്നതിന് വേണ്ട സമയമാണ് മുട്ട ശരിക്ക് വാടുന്നതിന് വേണ്ട സമയം. അതുപോലെ മുട്ട പുഴുങ്ങുന്നതിന് 16 വരികൾ പാടണം. ഈ കണക്കനുസരിച്ച് ആ പാട്ട് പാടിക്കൊണ്ട് ഞാൻ മുട്ട പാകം ചെയ്യുകയായിരുന്നു. മറ്റുള്ളവരുടെ മുൻപാകെ കാണിക്കുന്ന പ്രവൃത്തികൾ കൊണ്ട് ഒരു വ്യക്തിയുടെ സ്വഭാവം ശരിക്ക് അറിയുവാൻ സാധ്യമല്ല എന്ന് നമുക്ക് ഈ സംഭവത്തിൽ നിന്നും മനസ്സിലാക്കാം. പലരും ക്രിസ്തീയമായ സ്തുതിഗീതങ്ങൾ പാടുന്നത് ദൈവത്തെ സ്തുതിക്കുവാൻ അല്ലായിരിക്കും. പള്ളിയിൽ ക്രമമായി സംബന്ധിക്കുന്നതായ പലരും ദൈവത്തോടുള്ള യഥാർത്ഥ സ്നേഹത്തിൽ നിന്ന് അല്ലായിരിക്കും അങ്ങനെ ചെയ്യുന്നത്. തങ്ങളുടെ ഗായക സംഘത്തിൻ്റെ കഴിവ് കാണിക്കാനോ 4 പാർട്സിൽ പാടുമ്പോൾ ഉണ്ടാകുന്ന ഹാർമണി എൻജോയ് ചെയ്യാനോ ആരാധന മധ്യേ ഒരിക്കലും ശ്രമം നടത്തരുത്. ദൈവത്തെ സ്തുതിക്കുന്നതിനേക്കാൾ ഉപരി പ്രകടനങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കരുത്. ബുദ്ധി കൊണ്ട് പാടുമ്പോൾ അതോടൊപ്പം ആത്മാവും ആനന്ദിക്കുമ്പോഴാണ് യഥാർത്ഥ സ്തോത്രഗീതം ആകുന്നത്. ആ ഗാനം ഹൃദയത്തിൽ നിന്നുമാണ് ഉയരേണ്ടത്. ഈ പ്രഭാതത്തിൽ അപ്രകാരം ദൈവത്തെ പാടി സ്തുതിക്കുവാനായി ദൈവം നമ്മുടെ നാവിനെയും നമ്മുടെ ആത്മാവിനെയും ബലപ്പെടുത്തട്ടെ. പ്രാർത്ഥിക്കാം. പ്രിയ കർത്താവേ, നൽകിയ വചനത്തിനായി നന്ദിയുടെ സ്തോത്രം. അങ്ങേക്ക് സ്തുതി പാടുവാൻ ഞങ്ങളുടെ നാവിനെയും ഞങ്ങളുടെ ആത്മാവിനെയും അവിടുന്ന് ഒരുക്കണമേ. ഞങ്ങൾ ബുദ്ധി കൊണ്ട് മാത്രമല്ല ആത്മാവ് കൊണ്ടും പാടുവാൻ തക്കവണ്ണം ഹൃദയത്തിൽ നിന്നുള്ള പാട്ടുകൾ കർത്താവേ ഞങ്ങളുടെ നാവിൽ നിന്നും ഉയരുവാൻ അവിടുന്ന് സഹായിക്കണമേ. വചനത്താൽ ഞങ്ങളെ ധന്യരാക്കിയതിനായി സ്തോത്രം. പുത്രൻ്റെ നാമത്തിൽ പ്രാർത്ഥന കേൾക്കണം പിതാവേ. ആമേൻ.